യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് എപ്പോഴും പിതാവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ്. മലമുകൾ, സമുദ്രതീരം ഇവയെല്ലാം വിജനമായ പ്രദേശമാണ്. ആ സ്ഥലമാണ് ഈശോനാഥൻ എപ്പോഴും തൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് പിതാവായ ദൈവവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി കണ്ടുപിടിച്ച സ്ഥലങ്ങൾ. യേശു മലമുകളിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ദേവാലയത്തിലേക്ക് രാവിലെ വരുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടുത്തെ സന്ദേശം തരുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ്. പരിസേരും നിയമജ്ഞരും കൂടി യേശുവിൻ്റെ അടുക്കൽ ഒരു വ്യഭിചാരിണിയെ കൊണ്ടുവരുന്നു. അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് യേശുവിനോട് പറയുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണെന്ന്. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഈ വാക്യം കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി എല്ലാവരും അവിടെ നിന്നും പോയി. യേശു ഈ സമയത്ത് കുനിഞ്ഞ് നിലത്ത് എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യേശുവും ആ സ്ത്രീയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. യേശു തല ഉയർത്തി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൻ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ, അവർ നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനിമേൽ പാപം ചെയ്യരുത്, പോയിക്കൊള്ളുക. ഈ സന്ദേശം നമുക്ക് തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരുമല്ല. ദൈവമാണ് വിധി കർത്താവ്. കരുണയുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ മറ്റുള്ളവരെ കാണുകയും ഈ നോമ്പ് കാലം എപ്പോഴും പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ പുണ്യങ്ങളിലൂടെ ജീവിക്കേണ്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ എപ്പോഴും നിർമ്മല മനസ്സിലായി നമ്മൾ വരണം. യേശുവാണ് നമുക്ക് എല്ലാ ദാനങ്ങളും തരുന്നത്. കരുണാർദ്ര ഹൃദയത്തോടു കൂടി യേശുനാഥൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ നമ്മെ അവിടുന്ന് സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുന്നു. ഇതേ ഒരു സന്ദേശമാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തൈലവുമായി യേശുനാഥൻ്റെ സന്നിധാനത്തിലേക്ക് വരുന്ന യേശുവിൻ്റെ അടുത്തിരുന്ന് കാൽക്കൽ അവൾ ആ തൈലം പൂശുകയും തൻ്റെ വാർമുടി കൊണ്ട് കാല് തുടയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെയും യേശുനാഥൻ്റെ കരുണയുടെ സ്പർശം തൊട്ടപ്പോൾ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്നും സ്നേഹത്തിൻ്റെ കണ്ണുകൾ ധാരധാരി ഒഴുകി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന യേശുനാഥൻ്റെ കരുണാർദ്ര ഹൃദയമാണ്. നമ്മൾ സ്നേഹവും കരുണയും ദയയുമുള്ളവരായി മാറണമെന്നാണ് ഈ സന്ദേശങ്ങളിലൂടെ നമുക്ക് തരുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ അഗസ്തീനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. വിശുദ്ധ അഗസ്തീൻ തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും എല്ലാവിധ പാപ സാഹചര്യങ്ങളും ജീവിച്ച വ്യക്തിയാണ്. തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ പൂർണ്ണമായി മാനസാന്തരത്തിലേക്ക് നയിച്ചത്. വൈദികനായി, മാർപ്പാപ്പിയായി, വിശുദ്ധനായി, അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരുസഭയിൽ ഒരു വിശുദ്ധനായി നമ്മൾ വണങ്ങുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസും. ഈ 3 വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ പാപങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു. പക്ഷേ യേശുനാഥൻ്റെ കരുണാർദ്രമായ ആ സ്പർശം അവരെ ഏറ്റപ്പോൾ അവരുടെ ഹൃദയം തേങ്ങി. അവരവരുടെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിൽ നിന്നും അവർ മോചിതരായി. പശ്ചാത്താപ ഹൃദയത്തോടു കൂടി യേശുനാഥൻ്റെ സന്നിധാനത്തിൽ വന്നപ്പോൾ അവരെ ഓരോ പുതിയ വ്യക്തികളാക്കി മാറ്റി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ എവിടെയൊക്കെ പോകുന്നു. നമ്മുടെ അടുത്ത് ആരെയും പരാതികൾ കൊണ്ടുവരുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടു കൂടി അവരെ കാണണം. അവർക്ക് സ്നേഹം പങ്കുവെക്കണം. അവരുമായിട്ട് നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ട് അവരെയും ദൈവമക്കളായി സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യാശയോടുകൂടി പ്രത്യാശയുടെ തീർത്ഥാടകരായി പ്രത്യാശയിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.